നമസ്കാരം. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. ഗൂഢാലോചന കേസിൽ പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ഇന്ന് പ്രസ്താവിക്കും. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഷാരോണിന്റെ കാമുകിയായിരുന്ന ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ വിഷം കലർത്തിയാണ് കൊലപ്പെടുത്തിയത്. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ്. ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരാസിറ്റമോൾ കലർത്തി ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു. എന്നാൽ ദേഹാസ്വസ്ഥമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു. പിന്നീടാണ് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത്. 2022 ഒക്ടോബർ 14 ഷാരോൺ കഷായം കുടിച്ചത്. ദേഹാസ്വസ്ഥമുണ്ടായ ഷാരോൺ ആശുപത്രിയിൽ പ്രവേശിച്ച് 11 ദിവസത്തിന് ശേഷം ഷാരോൺ മരണപ്പെട്ടു. മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർമാർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ കുമാരൻ നായരെയും പ്രതി ചേർത്തിരുന്നു. ഇതിനിടയിൽ കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചത്. കോളേജിലേക്കുള്ള ബസ് യാത്രക്കിടയിലാണ് ഷാരോണും ഗ്രീഷ്മയും പരിചയപ്പെടുന്നത്. 2021 ഒക്ടോബർ മുതലാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. പുതിയ വിവാഹാലോചനയ്ക്ക് പിന്നാലെ ഷാരോണുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. എന്നാൽ ബന്ധത്തിൽ നിന്ന് ഷാരോൺ പിന്മാറിയില്ല. പിന്നാലെയാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങിയത്. അതേസമയം 1-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയും 2-ാം പ്രതിയുമായ സിന്ധുവിനെ വെറുതെ വിട്ടതിൽ പ്രതികരണവുമായി ഷാരോണിന്റെ മാതാപിതാക്കൾ രംഗത്തെത്തി. സിന്ധുവിനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കളായ പ്രിയയും ജയരാജും അറിയിച്ചു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും പൂർണ്ണമായും നീതി കിട്ടിയില്ല. സിന്ധുവിനെ വിട്ടയച്ചതിനെതിരെ ശിക്ഷാവിധി വന്ന ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ഷാരോണിന്റെ കുടുംബം അറിയിച്ചു. അവരെ വെറുതെ വിടരുതായിരുന്നു എന്നും പ്രിയ കൂട്ടിച്ചേർത്തു. സിന്ധുവിനെ ശിക്ഷിക്കാത്തതിൽ വിഷമമുണ്ടെന്നും ഹൈക്കോടതിയെ സമീപിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും ഷാരോണിന്റെ അച്ഛൻ ജയരാജും പ്രതികരിച്ചു. അതേസമയം ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന കോടതി വിധി പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് കുടുംബം വ്യക്തമാക്കി. ഗ്രീഷ്മയെയും അമ്മാവനെയും ശിക്ഷിക്കുമെന്നതും ബോധ്യമായി. അമ്മയെ വെറുതെ വിട്ടതിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്ന് കുടുംബം പറഞ്ഞു. ഇന്നത്തെ വിധിയിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഷാരോണിന്റെ മാതാപിതാക്കൾ അറിയിച്ചു. ഗ്രീഷ്മയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഷാരോണിനെന്നും അതുകൊണ്ടാണ് മജിസ്ട്രേറ്റിനോട് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അവളുടെ പേര് പോലും പറയാതിരുന്നതെന്നും അച്ഛൻ ജയരാജ് അഭിപ്രായപ്പെട്ടു. ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർമാർ കൈമാറിയ ശാസ്ത്രീയമായ തെളിവുകളാണ് കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായത്.